അല്ല, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെയും അതുപോലെ മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പരിധിയിൽ വരുന്നതാണ് ഈ രണ്ട് കേസുകളും വരുന്നത്. അതായത് കമ്പനീസ് നിയമത്തിന്റെ 447 448 188 വകുപ്പുകളാണ് ലംഘിച്ചിട്ടുള്ളത്. ഗുരുതരമായ കേസാണ്. അപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ ശുപാർശ ചെയ്യുന്നത് ഒരു അന്വേഷണത്തിനാണ്. അപ്പൊ വീണ്ടും ഈ കോർപ്പറേറ്റ് മന്ത്രാലയം എന്താണ് ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം CBIയോ EDയോ അന്വേഷിക്കേണ്ട ഒരു കേസാണ്, വളരെ ഗൗരവമുള്ള കേസാണ്. ഈ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എക്സാലോജി കമ്പനിക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടിയില്ലെന്ന്. അപ്പൊ രജിസ്ട്രാർ ഓഫ് ഇതിന്റെ കമ്പനീസിന്റെ മുമ്പിൽ അതിനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടും ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്, ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള കരാറ് ഹാജരാക്കാൻ പറ്റിയില്ല. ഇവർ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കാൻ പറ്റിയില്ല. ഇവര് ഈ കമ്പനി ആലുവയിലെ കമ്പനിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്തായിട്ട് ഹാജരാക്കാൻ പറ്റിയില്ല. ഒരു രേഖ ഇവരെ കയ്യിലില്ല. പൈസ ട്രാൻസാക്ഷൻ മാത്രം നടത്തിയതും ടാക്സ് അടച്ചതും മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് മണി ലോണ്ടറിംഗ് ആണ്, കള്ളപ്പണം വെളുപ്പിച്ചതാണെന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വേറൊരു കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മകളുടെ അക്കൗണ്ട് മുഖ്യമന്ത്രി ഉണ്ട്. അതുപോലെ KSIDC ഇതിന്റെ അകത്ത് പാർട്ണറാണ് ആലുവയിലെ കമ്പനിയിലേക്ക്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ പോലും അറിയിച്ചില്ല എന്നാണ് ROCയുടെ ഫൈൻഡിങ്ങിൽ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് CBIയിലേക്കും EDയിലേക്കും ഈ അന്വേഷണം പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവര് തമ്മിലുള്ള ധാരണകൾ നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ റിപ്പോർട്ടിലൊക്കെ ഇത് ദുരൂഹമാണെന്ന് പറയുമ്പോഴും AK ബാലൻ പാർട്ടിക്ക് വേണ്ടി തുടർച്ചയായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം എങ്ങനെയായി? അദ്ദേഹത്തിന് എന്ത് കാര്യം അറിയാം? ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് AK ബാലനും CPMനും അറിയാമോ? CPM ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ എന്ത് ഡീറ്റെയിൽസ്? അന്നാ AK ബാലൻ ഹാജരാക്കട്ടെ. ഈ രേഖകൾ മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. അതായത് ഈ രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? എക്സാലോജി കമ്പനി CMRLന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ടോ? എന്ത് സോഫ്റ്റ്വെയർ സർവീസാണ് നടത്തി കൊടുത്തതെന്നുള്ള തെളിവുകൾ AK ബാലൻ ഹാജരാക്കിയാലും മതി. ഞങ്ങൾ പിൻവലിക്കുക. ഈ രേഖകൾ ഉണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ മുമ്പിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുമ്പിൽ, ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ മുമ്പിൽ ഈ രണ്ട് കമ്പനികൾക്കും ഹാജരാക്കാൻ പറ്റാത്ത രേഖകൾ CPMന്റെ നേതാവ് AK ബാലൻ ഹാജരാക്കട്ടെ. കമ്പനികൾക്ക് രണ്ടും പറ്റിയിട്ടില്ല. പിന്നെ AK ബാലൻ വെറുതെ വന്ന് പുറത്ത് വർത്താനം പറയട്ടെ. അദ്ദേഹം രേഖ ഹാജരാക്കി പറയട്ടെ. ഈ ഫൈൻഡിങ് തെറ്റാണെങ്കിൽ, ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെയും ഫൈൻഡിങ് അവർ കണ്ടെത്തിയത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള രേഖകൾ ഹാജരാക്കട്ടെ. ഡോക്യുമെന്റ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ന സർവീസുകൾ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തെളിയിക്കട്ടെ. വെറുതെ ചുമ്മാ പുറത്തു വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ക്ഷീണം ഞങ്ങൾ സഹിച്ചോളാം. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണത്തിനെ കുറിച്ച് ഓർത്ത് MV ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട. കോൺഗ്രസിലുണ്ടാകുന്ന ക്ഷീണത്തെ കുറിച്ച് ഓർത്തിട്ട് MV ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട. MV ഗോവിന്ദൻ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പ്രൊവിഷൻസ് വെച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കണം എന്നാണ് ഫൈൻഡിംഗ് ആണ്. അത് കേസെടുക്കണം. അതിന് കോൺഗ്രസ് എന്ത് വലിച്ച്? ഒരിക്കലുമല്ല. V മുരളീധരന് തെറ്റിദ്ധാരണയാണ്. അത് സാധാരണ വല്ല കൊലപാതക കേസും മറ്റ് അഴിമതി കേസും നടക്കുമ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസാണ്. ഇത് കേരളത്തിലും കർണാടകത്തിലുമായി നടന്നാണ്. ഇതൊരു ക്രൈമാണല്ലോ. ക്രൈം നടന്നാണ്. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ശുപാർശ ചെയ്യേണ്ട. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര നിയമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയതാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സിന്റെ ഈ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ്
ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനീസ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ആ അതോറിറ്റി റെക്കമെൻഡ് ചെയ്യാണ് അന്വേഷണം വേണമെന്ന്. പിന്നെ മുരളീധരൻ ഇത് എവിടെന്നാ പറയുന്നത്? കർണാടക മുരളീധരനും പിണറായി വിജയനും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ. അതിന്റെ ഭാഗമായിട്ടാണ് CBIയും ED അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക. മനസ്സിലായില്ലേ? ഒരു വളരെ പ്രധാനപ്പെട്ട അതോറിറ്റി കണ്ടുപിടിച്ച കാര്യം പിന്നെ എന്തിനാണ് കേന്ദ്ര അതിനേക്കാൾ വലുതാണോ മന്ത്രാലയം? ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയുന്നത് നിയമപരമായി പാർലമെന്റ് അധികാരം കൊടുത്ത അതോറിറ്റിയാണ്. അവർ റെക്കമെൻഡ് ചെയ്യാണ്. കർണാടക ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ഒരു റോളും ഇക്കാര്യത്തിലില്ല. അവര് തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കണമെന്ന്. അപ്പൊ മുരളീധരൻ ഇതിന്റെ അകത്തൊരു പ്രതിയാണ്. എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്. ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് V മുരളീധരൻ. അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തം ആളായ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെ മറ്റേ കുഴൽപ്പണ ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത്. പരസ്പര ധാരണയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോകുന്നു. ആ കൈകൂപ്പി നിന്ന നിപ്പുണ്ടല്ലോ, മറ്റേ കൈ ചേർത്ത് പിടിച്ചിട്ട് നിന്ന നിപ്പുണ്ടല്ലോ, എല്ലാത്തിനുള്ള മറുപടിയാണത്. എടുക്കട്ടെ അതോ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ശക്തിപ്പെടുത്തട്ടെ. ഒരു യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയാക്കി മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നത്. എത്ര കേസ് വേണമെങ്കിൽ എടുത്തോട്ടെ. അല്ല, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ലല്ലോ. നീതി ആയോഗ് എന്ന് പറയുന്നത് പഴയ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ്. അത്രയും സ്ഥാപനങ്ങളെ നിയമിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം അതിന്റെ വിതരണത്തിന്റെ സുതാര്യമായതും ആയ ഒരു സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല. പ്രധാനമന്ത്രി ഇടപെട്ടിട്ടും അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ബൈപ്പാസ് ചെയ്ത് നീതി ആയോഗ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. കേസെടുത്തായിട്ട് എനിക്കറിയില്ലായിരുന്നു. അന്വേഷിക്കട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം. എനിക്കറിയാം. നീ പറഞ്ഞ EP ജയരാജനോട് ഒരു മറുപടി ഞാൻ പറയാം. ഇന്നലെ രാത്രി ചേർന്ന UDF യോഗം ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന്. അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന UDF യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത്, ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ്. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാണ്. എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. അത് ഞങ്ങളുടെ MPമാര് ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറച്ചിട്ടുണ്ട്. അത് ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ നിലപാട് അത് കുറയ്ക്കരുതെന്നാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. എല്ലാവരും പറഞ്ഞു ഈ സർക്കാർ കൃത്യമായി അക്കൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് IGSTയിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് 30,000 കോടി രൂപയാണ്. സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് 10,000 കോടി രൂപ, ബാറിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് 1000 കോടി രൂപ, വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ GST നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടം. ഇന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല, സർവൈലൻസ് ഇല്ല, ക്യാമറയില്ല, ഇന്റലിജൻസ് ഇല്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റിയത് ഈ സർക്കാരാണ്. അപ്പൊ ഈ ധനപ്രതിസന്ധിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം
ഈ ഗവൺമെന്റിനാണ്. അതിൽ നിന്നും കൈ കഴുകുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ കബളിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്രയും നാളില്ലാത്ത സമരവുമായിട്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നത്. എന്നിട്ട് എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങളെ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ചേർന്ന ആ സമരം പ്രഖ്യാപിച്ചു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയെന്ന്. ആര് വരാനാണ് ഇവരുടെ പുറകെ? ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങളില്ല. അത് ജയരാജനോട് ഞാൻ പറയാണ്, ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഇത് അഴിമതി സർക്കാരാണ്, കെടുകാര്യസ്ഥതയുള്ള സർക്കാരാണ്, കേരളത്തിലെ മുച്ചൂടും തകർത്ത സർക്കാരാണ്. അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും UDF പങ്കാളികളാകരുത് എന്ന UDF-ന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കാം. മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും. ചുമ്മാ വെറുതെ പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി CPI എന്ന് പറയാം. നിങ്ങളെ പറയുന്നല്ലോ.